സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തെയും അതിൻ്റെ ഐതിഹ്യത്തെയും കുറിച്ച് കുറച്ച് വിവരങ്ങൾ. വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് ആറ്റുകാൽ ദേവിയുടെ പ്രതിഷ്ഠ. ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ഭാവത്തിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. തിരുവനന്തപുരത്തുകാരുടെ ആറ്റുകാൽ അമ്മച്ചിയാണ് ഈ ദേവി. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടി ആയിരുന്നു. ഇവിടെ പായസം, അട, മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. തെക്കൻ ജില്ലകളിൽ നിന്നും മാത്രമല്ല, കേരളത്തിൽ ആകമാനം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ ഒരു ഒഴുക്കാണ് ഉണ്ടാവുക. കൂടാതെ കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി തുടങ്ങിയ തമിഴ്നാട്ടിലെ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് സ്ത്രീകൾ വരാറുണ്ട് പൊങ്കാലയ്ക്കായി. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. തിരുവനന്തപുരം ആകെ പുകയാൽ നിറയും എന്ന് പറയുന്നതും ഒരു സത്യമാണ്. അമ്മേ ദേവി എന്ന വിളികൾ കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഭക്തി സാന്ദ്രമായി മാറും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണ കാലത്ത് പോലും വീടുകളിൽ ഈ പൊങ്കാല നടന്നിരുന്നു എന്നതാണ് സത്യം. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും വിശ്വസിക്കുന്നു.